ഹായ് ഓൾ, ഇറ്റ്സ് മീ ദ നൊമാഡിക് എഞ്ചിനീയർ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീടിന്റെ മുകളിൽ ഒരു ക്ലീനിങ് യജ്ഞം തുടങ്ങിയേക്കുവാണ്. കണ്ടോ, മൊത്തം ഇലയൊക്കെ വീണ് പായലൊക്കെ പിടിച്ച് ആൽമരമൊക്കെ നല്ല രീതിയിൽ വേരിറങ്ങി വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒരു വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ടെറസിൽ പായലൊക്കെ പിടിച്ചിട്ട് വെള്ളം പിടിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ വാട്ടർ പ്രൂഫിങ് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാം, അതിനുള്ളൊരു വഴിയാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. വേറെ ഒരു വാട്ടർ പ്രൂഫിങ് ഏജൻസിയുടെയോ ആരുടെയോ സഹായം വേണ്ട. സാധനം പെയിന്റ് ഷോപ്പിൽ പോയി മേടിക്കുക, നമ്മൾ തന്നെ ചെയ്യുക. ഈ ആൽമരം കണ്ടോ, ഇതിന്റെ മുകളിൽ പിടിച്ചിരിച്ചു നിന്ന ആൽമരമാണ്. ഇത്രയും വലിയ ആൽമരമൊക്കെ ഇത് അതിനിടയ്ക്ക് വേരൊക്കെ ഇറങ്ങി, ആൽമരത്തിന്റെ വേരായിരിക്കുന്നത് ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുവാണ് ഇവിടെ മൊത്തം. അപ്പോൾ ഇത് മൊത്തം വാട്ടർ പ്രൂഫിങ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഉണ്ടെന്ന് പറയാം. ണ്ട് ഇവിടെ ഫുൾ ആല് കാര്യങ്ങളൊക്കെ നിന്നതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ട് ഫസ്റ്റ് ചവറൊക്കെ പിറക്കി താഴെ കളയണം. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. മൊത്തം നമ്മൾ പായൽ പിടിച്ചിരിക്കുക. എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പായലെല്ലാം പ്രഷർ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെയിൻറ്റർമാരുടെയോ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളുടെയോ സഹായം തേടുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് നടക്കുന്നത്. നമ്മൾ ക്ലീനിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സർഫേസ് ക്ലീൻ ചെയ്യണം പ്രോപ്പറായിട്ട്. പായൽ കാര്യങ്ങളെല്ലാം പ്രഷർ വാഷ് ഒഴിച്ചിട്ട് അടിച്ച് ക്ലീൻ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്ക് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാം. സോ അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് പരിപാടി ക്ലീനിങ്ങും വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കി. അപ്പോൾ ചെറിയ ഹോൾസ് വന്നിടത്തൊക്കെ നമ്മൾ പുട്ടിയിടുവാണ്. നോർമൽ ചെറുതായിട്ടൊന്ന് പുട്ടി ഒന്ന് വടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് കോട്ട് പ്രൈമർ അപ്ലൈ ചെയ്യണം. അതായത് പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ സെയിം സാധനം തന്നെ 50% ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈമറായിട്ട് അടിക്കുന്നത്. എന്നിട്ട് 2 കോട്ട് പിന്നീട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാതെ അത് അതുപോലെ തന്നെ അടിക്കണം. അപ്പോൾ ടോട്ടൽ 3 കോട്ട് ആപ്ലിക്കേഷനാണ് ഈ ഒരു മെറ്റീരിയലിൽ വരുന്നത്. അപ്പോൾ മെറ്റീരിയൽ എന്താണ്, അത് പണി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് ബെർജറിൻ്റെ ഹോം ഷീൽഡ് റൂഫ് കൂൾ ആൻഡ് സീൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു വാട്ടർ പ്രൂഫിംഗ് ആണ്. ഇതിന് 10 വർഷം വാറണ്ടിയാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് കോട്ട് എന്ന് പറയുന്നത് പ്രൈമർ കോട്ടാണ്. അത് നമ്മൾ 50% ഡൈല്യൂട്ട് ചെയ്ത് വേണം അടിക്കാനായിട്ട്. സെക്കൻഡ് ആൻഡ് തേർഡ് കോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും ഡൈല്യൂഷൻ ഇല്ലാതെ വേണം അടിക്കാനായിട്ട്. 3 കോട്ട് ആപ്ലിക്കേഷനും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വാട്ടർ പ്രൂഫിംഗ് മാത്രമല്ല, ഇതിന് വേറൊരു ഗുണം കൂടെ. നമ്മുടെ സർഫസ് ടെമ്പറേച്ചർ, അതായത് നമ്മുടെ റൂഫിൻ്റെ മുകളിലുള്ള സർഫസ് ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഇത് കുറയുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നത് കാരണം. അപ്പോൾ നമുക്ക് വീടിനകത്തേക്ക് ചൂട് കുറയും. ഇത് അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് സ്കിൽഡ് ലേബേഴ്സിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ബ്രഷും റോളറും ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ പെയിൻറ്റർമാരെ കൊണ്ട് നമുക്കിത് ചെയ്യിപ്പിക്കാം. അത്രയ്ക്ക് സിമ്പിളാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈമർ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കോർണറൊക്കെ നമ്മൾ ജസ്റ്റ് ബ്രഷിലാണ് അടിച്ചിടേണ്ടത്. ഓക്കെ, ബാക്കി പ്ലെയിൻ ആയിട്ടുള്ള ഏരിയാസൊക്കെ നമുക്ക് റോളറിൽ പിടിക്കാം. ഇത് 50% ഡൈല്യൂട്ട് ചെയ്ത പ്രൈമറാണ് നമ്മൾ ആദ്യം അടിക്കുന്നത്. പ്രൈമർ കോട്ടിംഗ് ആണ്. അപ്പോൾ നമ്മുടെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഫസ്റ്റ് കോട്ട് പ്രൈമർ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് കോട്ട് ഇപ്പോൾ അടിക്കാൻ പോവുകയാണ്. താഴത്തേക്ക് ആക്ച്വലി ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ താഴത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. വൈറ്റ് കളറിൽ നല്ല റിഫ്ലക്ഷനാണ് സണ്ണിൻ്റെ. സോ 3 കോട്ടും അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചൂട് കുറയുന്നത്. അതായത് സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. വൈറ്റ് പെയിൻറ്റിൻ്റെ ഗുണം അതാണ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോട്ട്, സെക്കൻഡ് കോട്ട്, തേർഡ് കോട്ട്, ഈ 3 കോട്ടും കഴിയുമ്പോഴത്തേക്കും നല്ല തിക്ക് ലെയറിലാണ് ഈ വാട്ടർ പ്രൂഫിംഗ് മെംബ്രെയിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് കാരണമാണ് താഴേക്ക് വെള്ളം പിടിക്കാത്തത്. ഓക്കെ,
നമ്മൾ ഈ സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല കവറിങ് ആണ് വരുന്നത്. ഇത് തിക്കായിട്ടാണ്, ഒട്ടും വെള്ളം ചേർക്കാതെ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ തന്നെ ആക്ച്വലി ഇതിൻ്റെ നല്ല ഒരു വൈറ്റ് കളറിൽ ഫോം ചെയ്യുന്നുണ്ട്, നല്ലൊരു മെംബ്രെയിൻ ഫോം ആയിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിൽ. ഇനി തേർഡ് കോട്ടും കൂടെ അടിക്കുമ്പോൾ പക്ഷേ നമ്മുടെ വാട്ടർ പ്രൂഫിങ് പെർഫെക്റ്റ് ആവും. വെയിലത്ത് നിൽക്കുമ്പോൾ അതിലേക്ക് നമുക്ക് നോക്കാൻ പറ്റില്ല കേട്ടോ, കണ്ണ് അത്രയ്ക്ക് ഇങ്ങനെ മിന്നിപ്പോകുന്ന രീതിയിലാണ് എൻ്റെ റിഫ്ലക്ഷൻ വരുന്നത്. ഇസാ താഴെ നോക്കാൻ പറ്റുമോ? താഴെ നോക്കിയേ. കണ്ണ് വേദനിക്കുന്നോ? കണ്ണിൽ വെട്ടം വരുന്നോ? കണ്ണ് നോക്കിയേ, വെട്ടം വരുന്നുണ്ടോ കണ്ണില്? കൊള്ളാവോ താഴെ വൈറ്റ് പെയിന്റ് അടിച്ചിട്ട്? എന്താ ഇത്? വാട്ടർ പ്രൂഫിങ്. എന്താ വാട്ടർ പ്രൂഫിങ്? എന്താ അതന്നെ. അങ്ങനെ നമ്മൾ 3 കോട്ട് വാട്ടർ പ്രൂഫിങ് സൊല്യൂഷൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ചെറിയ വെയിലുണ്ട്, ഇതിന്റെ വൈറ്റ് കളർ കാരണം താഴേക്ക് നോക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് റിഫ്ലക്ഷനാണ് കണ്ണിലേക്ക് അടിക്കുന്നത്, അതിൻ്റെ കണ്ണടഞ്ഞു പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം, എന്താണ് സംഭവം എന്നുള്ളത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു ബ്രാൻഡിനെ ഞാൻ ഫേവർ ചെയ്ത് സംസാരിക്കുകയല്ല. ഞാൻ ബെർജർ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രമേ എനിക്കതിൽ വിശ്വാസമുണ്ട്. എനിക്കറിയാം, ഞാൻ ഒരുപാട് സൈറ്റുകളിൽ ഉപയോഗിച്ചു, അതിൻ്റെ റിസൾട്ട് കിട്ടിയത് കൊണ്ട് ആ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം. ഇതുപോലെ തന്നെ ഏഷ്യൻ്റെതും ഒരുപാട് പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് മാത്രം നോക്കുക ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, ഇത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് എങ്ങനെ ഉണ്ടെന്ന്. ആക്ച്വലി ഇതിൻ്റെ മുകളിലൊരു മെംബ്രെയിൻ, ഒരു വാട്ടർ പ്രൂഫിങ് മെംബ്രെയിൻ ഫോം ചെയ്തതായിട്ട് നമുക്ക് തന്നെ ഫീൽ ആവുന്നുണ്ട്. ഇത് നടക്കുന്ന സമയത്ത് നമുക്ക് കാലിലത് ഫീൽ ആവുന്നുണ്ട്. ഒരു റബ്ബറൈസ്ഡ് മെറ്റീരിയൽ, ഒരു ചെറിയൊരു അങ്ങനെ ഒരു സംഭവം ഫീൽ ആവുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ 10 years ആയിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്ററിങ് ചെയ്തിട്ട്. അപ്പോൾ മുകളിൽ ഫുള്ള് പ്ലാസ്റ്ററിങ് പോയി കിടക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിത് അപ്ലൈ ചെയ്തത്. എന്നിട്ട് പോലും നമുക്ക് ആ ഒരു ഫീൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇന്നലെ ചെയ്തതാണ്, ഇന്ന് കുറച്ച് ഇലയൊക്കെ വീണിട്ടുണ്ട്. ഈ ഒരു ചേമ്പലയുടെ മുകളിൽ വെള്ളം വീഴുന്ന പോലെ നിൽക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ ചെറിയ കുഴികളൊക്കെ ഉണ്ട്. നമ്മൾ പുതിയ വീട്ടിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കുഴികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് ആക്ച്വലി റീപ്ലാസ്റ്ററിങ് ചെയ്തിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതാണ്. ബട്ട് എനിക്കിതെന്തോ റീപ്ലാസ്റ്ററിങ് ചെയ്യാൻ തോന്നിയില്ല, അല്ലാതെ തന്നെയുള്ളൊരു എക്സ്പീരിയൻസ് എടുക്കാനാണ് തോന്നിയത്. റീപ്ലാസ്റ്ററിങ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ ഈ വാട്ടർ പ്രൂഫിങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കുഴികളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കും. സ്വാഭാവികമായിട്ടും ഈ വെള്ളം സ്വാഭാവിക ഒഴുക്കുണ്ടാവില്ല. അപ്പം എന്നാലും അത് ഉള്ളിലേക്ക് പിടിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പ്രോപ്പറായിട്ട് നമ്മളൊരു വീടൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം നല്ല സ്ലോപ്പ് ഓൾറെഡി അതിലുണ്ടായിരിക്കും. ടോട്ടൽ എൻ്റെ വീട് 1000 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. അപ്പോൾ ഈ 1000 സ്ക്വയർ ഫീറ്റ് വാട്ടർ പ്രൂഫിങ് ചെയ്യാനായിട്ട് എനിക്ക് എത്ര രൂപ ചിലവായി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എനിക്കതിൽ ചിലവായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് മെറ്റീരിയലിന് നമുക്ക് ഏകദേശം ഒരു 6000 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 2 ബക്കറ്റ് മെറ്റീരിയലാണ് എനിക്കിവിടെ വേണ്ടി വന്നത്. അപ്പോൾ 2 ബക്കറ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് 12000 രൂപ ചിലവായി. പിന്നെ ഇതിൽ നമുക്ക് 2 ലേബർ മാത്രം, 2 പെയിൻറ്റർമാരുടെ സാലറിയാണ് നമുക്ക് കൊടുക്കേണ്ടി വന്നത്. അത് ഏകദേശം നമുക്കൊരു 2000 റുപ്പീസ്, അതായത് 14000 രൂപയ്ക്കാണ് ഈ വാട്ടർ പ്രൂഫിങ് നടന്നിരിക്കുന്നത്. ഇവിടെയും ഞാൻ ചെയ്തു, ഇവിടെ താഴെ അവിടെയും ചെയ്തു. കണ്ടോ? അപ്പോൾ എന്തായാലും നമ്മൾ ബെർജറിൻ്റെ കൂൾ ആൻഡ് സീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തപ്പോൾ ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. എനിക്കത് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഇനി അത് ഉപയോഗിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം, അത് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും. എനിക്ക് ഇതുവരെ നെഗറ്റീവ് ഒന്നും തോന്നാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്, ഇല്ലാതെ നെഗറ്റീവ് ഇല്ലാത്ത പ്രോഡക്റ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവോ പോസിറ്റീവ്സോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബാക്കിയുള്ള പ്രേക്ഷകർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ഷെയർ ചെയ്യുക താഴെ കമൻ്റായിട്ട്. അപ്പോൾ ഇതുപോലുള്ള ടെക്നിക്കൽ ഇൻഫർമേഷൻസിന് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ഇൻഫർമേഷനുമായിട്ട് വരുന്നത് വരെ ശുഭം.